everyone, welcome to Axonus Learning Online Classes. ഈ ഒരു സെഷനകത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത് കഴിഞ്ഞ സെഷനിൽ എടുത്തിരിക്കുന്ന ബാക്കി പാർട്ടുകളായിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സെഷനകത്ത് 31 മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത്. നമ്മൾ 30 ക്വസ്റ്റ്യൻസോളം നമ്മൾ ഇതുവരെ ഡിസ്കഷൻ ചെയ്തു. ഇനി നമ്മൾ 31 മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കഷൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ 31st ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം. In 1999, Pakistan's aggression in dash brought to the two countries on the verge of a dash confrontation. എന്താണ് ക്വസ്റ്റ്യൻ? നമുക്ക് ആൻസർ എന്താണെന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് പോവാം. 1999, Pakistan aggression in Kargil brought to the two countries on the verge of the nuclear confrontation. അന്ന് കാർഗിലിൽ പാകിസ്ഥാൻ്റെ അഗ്രീഷൻ്റെ ഭാഗമായിട്ട് കാർഗിലിൽ വെച്ച് രണ്ട് കൺട്രീസ് തമ്മിലൊരു ന്യൂക്ലിയർ അഗ്രിഗേഷൻ നടന്നു. പാകിസ്ഥാനും ഇന്ത്യയുമായിരുന്നു ആ രണ്ട് കൺട്രീസ് എന്ന് പറയുന്നത്. അവർ തമ്മിൽ നടന്നിരിക്കുന്ന ഒരു വാറാണ് കാർഗിൽ വാർ. അപ്പോൾ അതെന്താണെന്ന് നോക്കി നോക്കാം. Kargil war conflict happened on from May to July 1999 in the Kargil district of Ladakh. ലഡാക്കിലെ കാർഗിൽ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ 1999 മെയ് മുതൽ ജൂലൈ വരെയുള്ള കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്ന ഒരു വാറായിരുന്നു കാർഗിൽ വാർ. കാർഗിൽ വാർ നിലനിൽക്കുന്ന ഡിസ്ട്രിക്റ്റ് ലഡാക്കിലാണ്. ലഡാക്ക് ഇന്ത്യയിലുള്ള ഒരു യൂണിയൻ ടെറിറ്ററി ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ഇന്ത്യയിലെ ഒരു യൂണിയൻ ടെറിറ്ററിയാണ് ലഡാക്ക്. അവിടെ വെച്ച് നടന്നിരിക്കുന്ന ഒരു വാറാണ്, 1999 നടന്നിരിക്കുന്ന ഒരു വാറാണ് കാർഗിൽ വാർ എന്ന് പറയുന്നത്. ദിസ് കോൺഫ്ലിക്റ്റ് occurred shortly after both India and Pakistan had tested nuclear weapons in 1998. ഈ ഒരു വാർ നടക്കുന്നത് 1999 അതിന് മുമ്പ് 1998 നമുക്ക് എന്തുണ്ടായിരുന്നു? ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു, ന്യൂക്ലിയർ ടെസ്റ്റ് ഉണ്ടായിരുന്നു. ന്യൂക്ലിയർ ടെസ്റ്റ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ന്യൂക്ലിയർ ടെസ്റ്റ് നിലനിൽക്കുകയും 1998 ഇന്ത്യയുടെ സെക്കൻഡ് ന്യൂക്ലിയർ ടെസ്റ്റായിട്ട് കണക്കാവുന്ന ഒരു ടെസ്റ്റായിരുന്നു 1998 ന്യൂക്ലിയർ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ ന്യൂക്ലിയർ ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിന് ശേഷമാണ് കാർഗിൽ വാർ നടക്കുന്നത്. 32ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 32ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. The UN Security Council has 10 dash members and 5 dash members. UN Security Council ആൻസർ നോക്കാം. UN Security Council has 10 non-permanent members and 5 permanent members എന്നാണ്. UN Security Councilനകത്ത് യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു ഓർഗനാണ് യുണൈറ്റഡ് നേഷൻ്റെ ഒരു ഓർഗനാണ് സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുന്നത്. ഈ സെക്യൂരിറ്റി കൗൺസിലിനകത്ത് 5 പെർമനൻറ്റ് മെമ്പേഴ്സും 10 നോൺ പെർമനൻറ്റ് മെമ്പേഴ്സും ആണുള്ളത്. 5 പെർമനൻറ്റ് മെമ്പേഴ്സും എന്നുവെച്ചാൽ 5 സ്ഥിരം മെമ്പേഴ്സും 10 അസ്ഥിര മെമ്പേഴ്സ് അഥവാ സ്ഥിരമല്ലാത്ത മെമ്പേഴ്സുമാണുള്ളത്. അതിൽ എന്താണ് എക്സ്പ്ലനേഷൻസ് നോക്കാം. The council is composed of the total of 15 members of states. യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്യൂരിറ്റി കൗൺസിലിൽ ഏകദേശം 15 മെമ്പേഴ്സാണുള്ളത്. കൃത്യം ഒരു 15 മെമ്പേഴ്സാണ് ടോട്ടൽ ഉള്ളത്. ടോട്ടൽ 15 മെമ്പേഴ്സിൽ 5 പേരാണ് പെർമനൻറ്റ് അഥവാ സ്ഥിരം മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ബാക്കി വരുന്ന 10 മെമ്പേഴ്സിനെയാണ് നമ്മൾ നോൺ പെർമനൻറ്റ് അഥവാ അസ്ഥിര മെമ്പേഴ്സ്, സ്ഥിരമല്ലാത്ത മെമ്പേഴ്സ് എന്ന് പറയുന്നത്. 5 permanent members: China, France, the Russian Federation, and the United Kingdom and the United States. Thus, members have the power to veto any substantive resolution. ഈ 5 മെമ്പേഴ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്ഥിരം പെർമനൻറ്റ് മെമ്പേഴ്സ് എന്ന് പറയുന്ന സ്ഥിരമായിട്ടുള്ള പെർമനൻറ്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് 5 മെമ്പേഴ്സാണുള്ളത്. അതിനകത്ത് ചൈന, റഷ്യ, UK, US ആൻഡ് ഫ്രാൻസ് തുടങ്ങിയ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള കൺട്രീസാണ് ഇവരെന്ന് പറയുന്നു. ഈ കൺട്രീസാണ് 5 പെർമനൻറ്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇവർക്ക് വീറ്റോ പവർ ഉണ്ട്. ഈ മെമ്പേഴ്സിന് വീറ്റോ പവർ ഉണ്ട്. അപ്പോൾ എന്താണ് വീറ്റോ പവർ? വീറ്റോ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് കൺട്രീസ്, മറ്റ് മെമ്പേഴ്സ് അല്ലെങ്കിൽ മറ്റ് 10 നോൺ പെർമനൻറ്റ് മെമ്പേഴ്സോ അല്ലെങ്കിൽ മറ്റു മെമ്പേഴ്സിനോ ഏതെങ്കിലും തരത്തിലുള്ള റെസൊല്യൂഷൻ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ ഈ 5 പെർമനൻറ്റ് മെമ്പേഴ്സിന് അത് ഡിസോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്യുകയോ റിജക്റ്റ് ചെയ്യാനുള്ള അധികാരമുള്ള മെമ്പേഴ്സാണ് ഈ പറയുന്ന 5 മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് വീറ്റോ പവർ ഉള്ളത് എന്നാണ് പറയുന്നത്. ആൻഡ് 10 നോൺ പെർമനൻറ്റ് മെമ്പേഴ്സ് elected by the General Assembly for 2-year terms with 5 replaced each year do not have veto power. ബാക്കി വരുന്ന 10
പെർമനൻറ്റ് മെമ്പർ 10 നോൺ പെർമനൻറ്റ് മെമ്പേഴ്സാണ്. ഈ നോൺ പെർമനൻറ്റ് മെമ്പേഴ്സ് ഓരോ 2 വർഷം കൂടുമ്പോഴും ജനറൽ അസംബ്ലിയിലേക്ക് ഇലക്ട് ചെയ്യാണ് 5 മെമ്പേഴ്സിനെ എന്ത് ചെയ്യുന്നു റീപ്ലേസ് ചെയ്യുന്ന രീതിയിലുള്ള ഓരോ വർഷവും റീപ്ലേസ് ചെയ്യുന്ന രീതിയിലാണ് അതിലെ 5 മെമ്പേഴ്സിനും റീപ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ അവർക്ക് ഡു നോട്ട് ഹാവ് എ വീറ്റോ പവർ, അവർക്ക് വീറ്റോ പവർ ഉണ്ടാവില്ല. വീറ്റോ പവർ ഉള്ളത് ആകെ വീറ്റോ പവറുള്ള വിഭാഗം എന്ന് പറയുന്നത് ഈ പറയുന്ന പെർമനൻറ്റ് മെമ്പേഴ്സിന് മാത്രമാണ് വീറ്റോ പവർ ഉണ്ടാവുക എന്നാണ് പറയുന്നത്. അപ്പോൾ യുണൈറ്റഡ് നേഷൻ്റെ സെക്യൂരിറ്റി കൗൺസിലിൽ ടോട്ടൽ 15 മെമ്പേഴ്സ് ഉണ്ടാവും. 5 പേര് പെർമനൻറ്റും 10 പേര് നോൺ പെർമനൻറ്റ് മെമ്പേഴ്സുമാണ് ഉണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 33ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താണെന്ന് നോക്കാം. ദ ക്യൂബൻ മിസൈൽ ക്രൈസിസ് ഓഫ് 1962 ഈസ് എ ഗുഡ് എക്സാമ്പിൾ ഓഫ് ഡാഷ് ദാറ്റ് ഹെൽപ്ഡ് അവോയ്ഡ് ടു എ ഡിറക്റ്റ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഡാഷ് ആൻഡ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. എന്താണ് അതിൻ്റെ ആൻസർ വരുന്നതെന്ന് ചെക്ക് ചെയ്യാം. The Cuban Missile Crisis of 1962 is a good example of the crisis management that helped avoid a direct conflict between USSR, Soviet Union and the United States. 1962 ക്യൂബൻ മിസൈൽ ക്രൈസിസ് നടക്കുന്നത്. ഈ ഒരു ക്രൈസിസിൻ്റെ ഭാഗമായിട്ട് US-ഉം USSR-ഉം അന്നത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള 2 പവർ ബ്ലോക്സുകളാണ് US-ഉം USSR-ഉം എന്ന് നമുക്കറിയാം. ഇവർ തമ്മിലുള്ള ഒരു നേരിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റിലേക്ക് വഴിതിരിച്ച് വിടാതിരിക്കാനുള്ള പ്രധാന കാരണം ഈ പറയുന്ന 1962 ക്യൂബൻ മിസൈൽ ക്രൈസിസ് ആണ്. During the Cuban Missile Crisis, both the US and USSR utilized aggressive diplomacy and a military blockade to export pressure on the opposing side. രണ്ടുപേരും നമുക്കറിയാം ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള 2 പവർ ബ്ലോക്സുകളാണ്. അന്നത്തെ കാലത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള 2 പവർ ബ്ലോക്സുകളാണ് US-ഉം USSR-ഉം. ഈ US-ഉം USSR-ഉം അവരുടെ ഏറ്റവും അഗ്രസീവായിട്ട് അല്ലെങ്കിൽ മിലിറ്ററി ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റിലേക്ക് വഴിതിരിയുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് ക്യൂബൻ മിസൈൽ ക്രൈസിസിൻ്റെ കാലഘട്ടങ്ങളിലാണ് നടക്കുന്നത്. എന്നാൽ ഇവർ രണ്ടുപേരും പരസ്പരം വളരെ അഗ്രസീവായിട്ട് നിലനിർത്തുന്ന രണ്ട് അഗ്രസീവായിട്ട് മിലിറ്ററി ഫോഴ്സുകൾ നിലനിർത്തിയിരിക്കുന്ന 2 കൺട്രീസ് തമ്മിലായിരുന്നു. ബൈ പുഷിംഗ് ദ കോൺഫ്രണ്ടേഷൻ ടു ദ വെരി ബ്രിങ്ക് ഓഫ് ന്യൂക്ലിയർ വാർ, അൾട്ടിമേറ്റ്ലി കമ്പൽഡ് ഈച്ച് അതർ ടു നെഗോഷിയേറ്റ് ആൻഡ് ഡി-എസ്കലേറ്റ്. അവസാന കാലഘട്ടങ്ങളിൽ പിന്നെ ഇവരുടെ ഒരു കോൺഫ്ലിക്റ്റ് വളരെ തീവ്രതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പരസ്പരം അതിൻ്റെ തീവ്രത കുറയ്ക്കുന്നതിന് വേണ്ടി 2 കൺട്രീസും പവർഫുൾ ആയിട്ടുള്ള കൺട്രീസുകളാണ്. ഇക്കണോമിക്കലി, സോഷ്യലി, ആർമി, അതേപോലെ മിലിറ്ററി എല്ലാം കൊണ്ടും പവർഫുൾ ആയിട്ടുള്ള ഒരു 2 കൺട്രീസ് ആയതുകൊണ്ട് തന്നെ പരസ്പരം അവരുടെ മിലിറ്ററി ബ്ലോക്സുകൾ ഈ മിലിറ്ററി പരമായിട്ടുള്ള ഈ ഒരു കോൺഫ്ലിക്റ്റ് അതിൻ്റെ തീവ്രത കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അവരൊരു നെഗോഷിയേഷനിലേക്ക് ഇറങ്ങുകയും അതിൻ്റെ കൂടെ ഈ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ തീവ്രത അവർ കുറയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതാണ് 1962 ക്യൂബൻ മിസൈൽ ക്രൈസിസ്. 2 രാജ്യങ്ങളുടെയും ഒരു നേരിട്ടുള്ള ഒരു ക്രൈസിസിലേക്ക് വഴിതിരിച്ചു വിടാതിരിക്കാനുള്ള ഒരു പ്രധാന കാരണം ഈ ക്യൂബൻ മിസൈൽ ക്രൈസിസ് ആണ്. അടുത്ത് വരുന്നത് 34ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 34ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. 34 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 2 ക്വസ്റ്റ്യൻസ് ആണുള്ളത് 34. ഒന്നാമത്തത് പറയുന്നത് എ ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. എയും ബിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. 34 എയും ബിയും ക്വസ്റ്റ്യൻസ് ആണുള്ളത്. എ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഹൗ മെനി പ്രിൻസിപ്പൽ ഓർഗൻസ് does the United States nations have? എത്ര പ്രിൻസിപ്പൽ ഓർഗൻസുകളാണ് യുണൈറ്റഡ് നേഷൻസിനുള്ളത്? യുണൈറ്റഡ് നേഷൻസിന് എത്ര അവയവങ്ങളുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര അവയവങ്ങളാണുള്ളത്, ഓർഗൻസ് ആണുള്ളത് എന്നാണ് ചോദ്യം. ആൻസർ വന്നിരിക്കുന്നത് 6 ആണ്. 6 ഓർഗൻസ് ആണ് യുണൈറ്റഡ് നേഷൻസിനുള്ളത്. എന്തൊക്കെയാണെന്ന് നോക്കാം. 1 ജനറൽ അസംബ്ലി, 2 സെക്യൂരിറ്റി കൗൺസിൽ, 3 ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ, 4 ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ ആൻഡ് 5 ദ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ആൻഡ് 6 സെക്രട്ടേറിയറ്റ്. 6ാമത്തത് സെക്രട്ടേറിയറ്റ് ആണ്. ICJ എന്ന് പറയും, ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, ICJ അഥവാ. പിന്നെ 6ാമത്തത് പറയുന്നത് സെക്രട്ടേറിയറ്റ് ആണ്. 6 ഓർഗൻസ് ആണുള്ളത്. ജനറൽ അസംബ്ലി, സെക്യൂരിറ്റി കൗൺസിൽ, ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ, ICJ ആൻഡ് ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്ന 6 ഓർഗൻസ് ആണ് യുണൈറ്റഡ് നേഷൻസിന് അഥവാ ലീഗ് ഓഫ് നേഷൻസിനുള്ളത് എന്നാണ് പറയുന്നത്. അതിൻ്റെ ബി ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ബി ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. Which organ of the United Nations has ceased to play an
ആക്റ്റീവ് റോൾ ഇൻ ദ യുണൈറ്റഡ് സിസ്റ്റം. യുണൈറ്റഡ് നേഷൻസിൻ്റെ ഏത് ഓർഗനാണ് യുണൈറ്റഡ് സിസ്റ്റത്തിനകത്ത് UN-ൻ്റെ സിസ്റ്റത്തിനകത്ത് ആക്റ്റീവ് റോളായിട്ട് നിലനിൽക്കുന്ന ഏത് ഓർഗനാണെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ അതിൻ്റെ 6 ഓർഗൻസ് കണ്ടു. ഇനി അതിൽ ഏത് ഓർഗനാണ് ഏറ്റവും ആക്റ്റീവായിട്ട് നിലനിൽക്കുന്ന ഓർഗൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ആൻസർ ഈസ് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. ട്രസ്റ്റിഷിപ്പ് കൗൺസിലാണ് അതിൻ്റെ ആൻസർ വന്നിരിക്കുന്നത്. അതിൻ്റെ എക്സ്പ്ലനേഷൻസ് എന്താണെന്ന് നോക്കാം. The Trusteeship Council was established to oversee the transition of the territories placed under the UN trusteeship system, mostly former colonies, towards self-government or independence. ആദ്യ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ന്യൂലി എമോജ്ഡ് ആയിട്ടുള്ള കൺട്രീസിനെ ഒരു ഇൻഡിപെൻഡൻറ്റ് കൺട്രി ആയിട്ട് നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു UN ഓർഗനാണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ന് പറയുന്നത്. ട്രസ്റ്റിഷിപ്പ് കൗൺസിലിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ പുതിയ കൺട്രീസും പുതിയ നേഷൻസും അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ സെൽഫ് ഗവൺമെൻറ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. It successfully completed its mission when the last remaining trust territory, Palau, achieved independence in 1994. 1994 പാലോ എന്ന് പറയുന്ന അവസാനത്തെ ട്രസ്റ്റി ആയിരുന്നു, ടെറിറ്ററി ആയിരുന്നു. ട്രസ്റ്റിഷിപ്പ് കൗൺസിലിൻ്റെ അവസാനത്തെ ട്രസ്റ്റി ടെറിറ്ററി ആയിരുന്നു. അവസാനമായിട്ട് 1994 അവർ പാലോ എന്ന് പറയുന്ന ഒരു കൺട്രിയാണ് ഇൻഡിപെൻഡൻറ്റ് നേടുന്നത്. ഈ ഇൻഡിപെൻഡൻറ്റ് നേടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ അതിൻ്റെ മിഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നത്. Since then, the council has formally suspended operation, though it remains a principal organ according to the UN Charter. എന്നാൽ അന്ന് മുതൽ UN എന്ത് ചെയ്യുന്നു, ട്രസ്റ്റിഷിപ്പ് കൗൺസിലിൻ്റെ ഓപ്പറേഷൻസ് സസ്പെൻഡ് ചെയ്യുകയും ട്രസ്റ്റിഷിപ്പ് കൗൺസിലിൻ്റെ ഓപ്പറേഷൻസ് സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് മുതലുള്ള കാലഘട്ടങ്ങൾ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ യുണൈറ്റഡ് നേഷൻസിൻ്റെ ചാർട്ടറിനകത്ത് ഒരു അവയവം മാത്രമായിട്ട് നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് 35th ആണ്. 35th ക്വസ്റ്റ്യനാണ് വരുന്നത്. 35th ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫിൽ ദ ബ്ലാങ്ക്സ് ആണ്. യുണൈറ്റഡ് നേഷൻസ് dash council sent mediators in 1915 to solve the dash problem, but they were not fruitful. അപ്പോൾ അവിടെ വിട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. യുണൈറ്റഡ് നേഷൻസ് ആൻസർ പറഞ്ഞിരിക്കുന്നത് യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ സെൻറ്റ് മീഡിയേറ്റേഴ്സ് ഇൻ 1915 ടു സോൾവ് ദ കശ്മീർ പ്രോബ്ലം ബട്ട് ദേ വർ നോട്ട് ഫ്രൂട്ട്ഫുൾ. യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ 1950കളിൽ തന്നെ മീഡിയേറ്റേഴ്സ് ആയിട്ട് നമുക്കറിയാം ഒരു പ്രോബ്ലമാണ് കശ്മീർ ഇഷ്യൂ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രധാന പ്രോബ്ലം എന്ന് പറയുന്നത് കശ്മീർ ഇഷ്യൂ ആണ്. ഈ ഒരു കശ്മീർ പ്രോബ്ലത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ കശ്മീർ ഇഷ്യൂയുടെ ഭാഗമായിട്ട് 1950 യുണൈറ്റഡ് നേഷൻ്റെ സെക്യൂരിറ്റി കൗൺസിലിൽ ഒരു മീഡിയേറ്ററായിട്ട് നിലനിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും അതിനൊരു സക്സസ്ഫുള്ളി അത് സോൾവ് ചെയ്യാൻ സെക്യൂരിറ്റി കൗൺസിൽ ഡിഡ്ന്റ് ഹാവ് ടു കംപ്ലീറ്റ് സക്സസ്ഫുള്ളായിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അതിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിച്ചില്ല. ദ കശ്മീർ ഡിസ്പ്യൂട്ട് അക്രോസ് ബിറ്റ്വീൻ അതിൻ്റെ എക്സ്പ്ലനേഷൻസ് നോക്കാം. ദ കശ്മീർ ഡിസ്പ്യൂട്ട്സ് അറോസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഫോളോയിങ് 1947 പാർട്ടീഷൻ. നമുക്കറിയാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ഇഷ്യൂ 1947 പാർട്ടീഷൻ വിഭജന കാലഘട്ടം മുതലേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കാശ്മീരിനെ പറ്റിയുള്ള ഒരു ഡിസ്പ്യൂട്ട്സ് ആദ്യകാലം മുതലേ ഉണ്ടായിരുന്നതാണ്. 1947 വിഭജന കാലം മുതലേ കാശ്മീരുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂ ഇന്ത്യയും പാകിസ്ഥാനും നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യ അപ്രോച്ച്ഡ് ദ UN സെക്യൂരിറ്റി കൗൺസിൽ ഇൻ ജാനുവരി 1948. 1948 ജാനുവരിയിലാണ് UN-നെ സമീപിക്കുന്നത്. ഇന്ത്യ UN-നെ സമീപിക്കുന്നത്. The UN established UNCIP Commission for India and Pakistan and appointed mediators, example Sir Owen Dixon, Frank Graham throughout the 1915s. ഈ ഒരു കമ്മീഷൻ്റെ ഭാഗമായിട്ട് UNCIP എന്ന് പറയുന്ന കമ്മീഷൻ 1950കളിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്.
ഈ കമ്മീഷൻ ഫോർ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ എന്ന് പറയുന്ന UN യുണൈറ്റഡ് നേഷൻ കമ്മീഷൻ ഫോർ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു കമ്മീഷൻ ഈ ഒരു ഡിസ്പ്യൂട്ട്സിൻ്റെ ഭാഗമായിട്ട് നിലനിർത്തുകയും അല്ലെങ്കിൽ ഒരു ഇഷ്യൂൻ്റെ കശ്മീർ ഇഷ്യൂവിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യക്കും പാകിസ്ഥാനും വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ നിലനിർത്തുകയും കമ്മീഷൻ്റെ മീഡിയേറ്റേഴ്സ് ആയിട്ടിരുന്നത് ഓവൻ ഡിക്സണും ഫ്രാങ്ക് ഡെഹുമാണ്. 1950 കാലഘട്ടം വരെ അവരതിൻ്റെ മീഡിയേറ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. Thus efforts to negotiate a truce and a plebiscites in the 1915s were ultimately unsuccessful, not fruitful in finding a permanent solution. എന്നാൽ 1950 കാലഘട്ടം വരെ ഈ ഒരു കമ്മീഷൻ നിലനിൽക്കുകയും വേണ്ട വിധത്തിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കാതെ വരികയും ചെയ്തിട്ട് ഈ ഒരു മിഷൻ അല്ലെങ്കിൽ ഈ ഒരു കമ്മീഷൻ അൺസക്സസ്ഫുൾ ആയിട്ട് നിലനിൽക്കുകയും കാര്യമായിട്ട് കശ്മീർ പ്രോബ്ലത്തിൽ ഇന്ത്യക്കും പാകിസ്ഥാനും വേണ്ടിയിട്ട് UN-ന് ഈ ഒരു കമ്മീഷൻ്റെ ഭാഗമായിട്ട് ഒരു അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കാതെ അൺസക്സസ്ഫുൾ ആയിട്ട് ഈ മിഷൻ നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഈ ഒരു ക്ലാസ്സിനകത്ത് ഇന്നത്തെ ഒരു ക്ലാസ്സിനകത്ത് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം നാളെ അല്ലെങ്കിൽ മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും ഒരു നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണുന്നത് വരെ താങ്ക് യു.